ബ്ലോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് പമ്പിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഗോവ എത്തും. നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. ഭാരത് പെട്രോളിയത്തിന്റെ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഇതാണ് ഭാരത് പെട്രോളിയം. നല്ല പമ്പ്, അതായത് കൊതുവില്ല. प्लेस का नाम क्या है? ये प्लेस नाम ये गांव का नाम ഉള്ളാളി. അപ്പൊ ഈ സ്ഥലത്തിന് പറയണം ഉള്ളേലി. കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞൂടാ. ഉള്ളേളി എന്നാണ് ഞാൻ കേട്ടത്. ടീച്ചറിന് അങ്ങനെ തന്നെ കേട്ടത്. ഉള്ളേളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പാണ്. അത് അടിപൊളി പമ്പാണ്. എന്തായാലും നമ്മൾ ഇന്ന് എന്തായാലും ഗോവയ്ക്ക് എത്തും. നമ്മുടെ സ്നോയും മീനാക്ഷി ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ സ്കോർപ്പിയോയുടെ ടയർ സീനായി. അങ്ങനെ സ്റ്റെപ്പിനി മാറ്റാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടയറടിയിൽ വന്ന് ഛത്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. കർണാടകയിലുള്ള ഛത്ര എന്ന് പറഞ്ഞൊരു സ്ഥലം. നമ്മളെ മീനാക്ഷി കാണിക്കുന്ന വേല എന്താ? എന്നുവെച്ചേ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കും. എന്നിട്ട് അവള് വണ്ടി ഓടിക്കാം. അതോട് ഈ ഒരു കെട്ടുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ചാടിയേനെ. ഗ്ലാസ് തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഇതുള്ളത്. മീനാക്ഷിയേ, നമ്മൾ വരുന്ന വഴിക്ക് ഒരു കൃഷി സ്ഥലത്ത് കുറേ ആടുകളും പിന്നെ എന്തോ കൃഷിയൊക്കെ വിളവെടുക്കുന്ന ഒരു സ്ഥലം കണ്ടേ. അപ്പം പോയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് ഈ സർവീസ് റോഡ് വഴി ഇറങ്ങി. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടെ ഉള്ള ജീവിതം പറഞ്ഞിട്ട് സമ്മതിക്കുന്നത്. ഇത്രയും ആളുകളെ കുറേ സമയത്ത് നോക്കാൻ പറ്റില്ല. അതൊരു നേക്ക് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ജനി എന്താണെന്ന് ചോദിക്ക്. ചെമ്മരി ആടാണോ? എന്താണെന്ന് ചോദിക്കുന്നത്? ചെമ്മരിയാട് പോലും ഉണ്ട്. ചെമ്മരിയാട് പോലും ഉണ്ട് കേട്ടോ. ചോദിക്കുക അടുത്ത് എന്താ പേര്? തന്നെ ചെമ്മരിയാടാണ് കേട്ടോ. ഇവരെവിടെയാണല്ലോ ചോദിക്കുക? രാജസ്ഥാനി, കർണാടക. ശരി. ഓക്കെ. നമുക്ക് ചെറിയ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. അവർക്ക് ഹിന്ദി അറിയില്ല, കന്നഡ. അവർ കർണാടക. ഇതുണ്ട് ഫുള്ള് ചെമ്മരിയാടാണ് കേട്ടോ. ഇതുണ്ട്, ഇത് അവിടെ ഉണ്ട് കേട്ടോ. അതും നമുക്ക് ജസ്റ്റ് നോക്കിട്ടോ. ഇതൊക്കെ കുറച്ച് വലുതാണ്, കുട്ടിയിട്ടേണ് കേട്ടോ. ഇതോ അവിടെ കുറേ ഉണ്ട്. അയ്യോ, ഇപ്പൊ പ്രസവിച്ചിട്ട് പോയെന്ന് തോന്നാം കേട്ടോ. നടന്ന് പോയേ ഉള്ളൂ തോന്നുന്നു പ്രസവിച്ചിട്ട്. പാവം. എനിക്ക് അയ്യോ, അതിപ്പോൾ പ്രസവിച്ചേ ഉള്ളതാണ് തോന്നുന്നത് കണ്ടിട്ട്. കണ്ട ജനി എന്റെ കാലിലോട്ട് നോക്കണുണ്ടേ. എന്താ സംഭവം? എന്റെ ചെരുപ്പാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇന്നലെ മൈസൂർ പാലസ് പോയപ്പോ അവിടെ ചെരുപ്പ് വയ്ക്കാൻ തന്നെ 1000 ക്യൂ. പിന്നെ ഞാൻ അവിടെ കളഞ്ഞിട്ട് വന്നു. അത് വലിയ കൂടിയ ചെരുപ്പൊന്നും അല്ല കേട്ടാ. 100 രൂപ സ്ലിപ്പറാണ്. പക്ഷെ സ്ലിപ്പറാണ് എപ്പോഴും അതാണ് യൂസ് ചെയ്യാൻ സുഖം. എന്താണെന്ന് അറിയില്ല. ഇപ്പൊ എണിച്ച് നിൽക്കാൻ വയ്യാത്ത കുട്ടികളാട്ടോ എനിക്ക്. ഇത് അപ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾ. ഇതിന് അവിടെ അവരോട് സംസാരിക്കാം. അവർക്കെല്ലാം അറിയാൻ ചോദിക്കാം. ട്രാൻസ്ലേറ്റർ എടുക്കട്ടെ. കന്നഡ കൊത്തില്ല. അപ്പോൾ നമ്മൾ അവരുടെ കന്നഡയിൽ കൊത്തും. രാജസ്ഥാനി, കന്നഡ, ഹിന്ദി മാലു. കന്നഡ. അവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ. അത് അവർ സംസാരിക്കണത് നമ്മൾ ചോദിക്കുന്നതിൻ്റെ രണ്ടാമത് ഫോൺ തരാം.
വട്ടാന്ന് ഞാൻ ഫെയിലായി. തിരിച്ചു ജനീരെ മുഖം നോക്കിയാൽ ഈ ആട് ചെമ്മരി ആടാണോ എന്ന് കന്നഡയിൽ ചോദിച്ചാ. പക്ഷെ അയാൾക്ക് മനസ്സിലായി. ഞാനല്ല ചോദിച്ചത്, ഈ ഫോണാണ് ചോദിച്ചത് കേട്ടോ. ഫോൺ എടുത്ത് ഞാൻ അയാളെ ചെവി വെച്ചു. അയാൾക്ക് മനസ്സിലായി നിനക്ക് ഭ്രാന്താണത്. ചെമ്മരിയാട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അവരെ പേരെന്ന് വെച്ചാൽ വേണ്ട. അപ്പോൾ നമുക്കിപ്പം നമ്മൾ ചെമ്മരിയാടെന്ന് മാത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പോവേണ്. ഒരു കുട്ടിയെ തരം ചോദിക്കും ജനി. അതായത് വണ്ടിക്കകത്ത് പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ഇനി ആടുണ്ട്. കൊള്ളാം കേട്ടോ. ഇത് ഒരെണ്ണത്തിന് എത്ര വില വരാൻ ചോദിക്കുന്നത് ജനിയാണ്? ചുമ്മാ ചോദിക്കുന്നു. ആ ഒരെണ്ണം നിനക്ക് തരും ഇഞ്ചക്ഷൻ. പോവാം. ഓക്കെ, അപ്പം നമ്മൾ പോകണം ഇവിടുന്ന്. ഏകദേശം ഗോവ എത്താറായില്ല. ഏകദേശം എത്താറായൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇനിയുണ്ട് 110 കിലോമീറ്ററോളം. അപ്പോൾ ആ മെയിൻ ഹൈവേന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ. ഇതാണ് ഗോവ റോഡ് എന്ന് പറയുന്നത്. ഇനി തുടക്കത്തിൽ തന്നെ തേപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു. അതായത് ടോളിൽ അവർ ഫാസ്റ്റ് ട്രാക്ക് എടുക്കില്ല. അതായത് നമ്മൾ കയ്യിൽ പൈസ കൊടുക്കണം. അതെ, ഫാസ്റ്റ് ട്രാക്ക് കാണിച്ചപ്പോൾ ഇല്ല, നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. അങ്ങനെ കാശ് കൊടുത്തിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്ന് അറിയില്ല. പലരും പറഞ്ഞിട്ടുണ്ട് ഗോവയിലോട്ട് പോകുന്ന റോഡ് ഭയങ്കര ഇതാണ്, ഭയങ്കര പെറ്റിയടിക്കും, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കാശ് വാങ്ങും എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. നമ്മൾ വരുന്ന വഴിക്ക് ചിക്കൻ്റെ വില ചോദിച്ചോട്ടോ. അതായത് 1 കിലോ ചിക്കൻ മേടിക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ മേടിച്ചിട്ട് ചോദിച്ചപ്പോൾ 280 രൂപ ചിക്കൻ. 1 കിലോ ചിക്കൻ 280. അത് തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്റർ ബാക്കിൽ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. 1 കിലോ ചിക്കന് 120 രൂപയേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അത് ഇരട്ടിയായി. 1-2 പേരൊക്കെ നമ്മൾ പറയും ഗോവയിലൊക്കെ ഫുഡിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും വെച്ച് കഴിക്കാന്ന് വെച്ചുള്ള ഐഡിയയിൽ വന്നത്. നമ്മളത് ബാധിക്കാൻ ചാൻസ് ഇല്ല അല്ലേ? നമ്മളെന്തായാലും ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അതന്നെ. അപ്പോൾ 2-3 ദിവസം ആയില്ലേ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ സ്നോയും ഭയങ്കര ശോകം. ചിക്കനോ മീനോ അവർക്ക് വേണം. അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു. മീൻ നമ്മൾ ദൂരം കൊടുത്തിട്ട് അവരേതായ ഫുഡൊക്കെ ഉണ്ടല്ലോ പാക്കറ്റിലൊക്കെ വരുന്നത്, അതാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് മീനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ. മീൻ കിട്ടില്ലെന്ന് തോന്നണം. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടും തമിഴ്നാട് കഴിഞ്ഞ് ഇത്രയും വന്നിട്ട് മീനൊന്നും കണ്ടില്ല. ചിക്കന്റെ കട ഒരുപാടുണ്ടായിരുന്നു, മീൻ കണ്ടില്ല. പക്ഷേ റോഡ് കട ഇവിടെയൊക്കെ ഒരു കാട് പ്രദേശം അപ്പുറപ്പുറം മാങ്ങയുടെ കൃഷി ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഈ തിരുന്ന സ്ഥലത്ത് ഒരുപാടുണ്ട്. നമുക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ജേനി ഇവിടെ വൻ പാചകത്തിലാണ്. സവാളയെ കരിഞ്ഞ് തള്ളയാണ്. ഇതാണ് അവരെ കൃഷി സ്ഥലത്ത് അവരെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണതാണ് കേട്ടോ. കഴുത. അതായത് ശരിക്കും ഇത് പക്ക കഴുതയല്ല, കണ്ട കുതിര പോലുണ്ട്. ഇത് കോവർ കഴുതയാണ്. അതായത് കുതിരയും കഴുതയും തമ്മിൽ ക്രോസ് ആവണ സംഭവം. അപ്പോൾ അവരെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അവരങ്ങ് നേരെ സ്ഥിരം ഡെയിലി പോകുന്ന ഏരിയയിലാണ് അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ അതിന് കറക്റ്റ് അറിയാം. അപ്പോൾ ഇതിന് 7 എണ്ണം ഉണ്ട്. അവർ ഈ സാധനം കൊണ്ടങ്ങ് ഫ്രണ്ടേ പോകും. അവരുടെ വീട്ടിലെ ആൾക്കാർ അതിൻ്റെ ഓണർമാർ പുറകെ നടന്നു പോകും. വരച്ച് വെച്ചതുപോലെ ചുറ്റും വനം, നടുക്ക് അടിപൊളി റോഡ്. നമ്മളങ്ങനെ ഗോവയിലേക്ക് കയറി. ഫസ്റ്റ് തന്നെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട്. ഗോവയിൽ എൻ്റർ ആകുമ്പോൾ ചെക്കിംഗ് ഇല്ല, ഇറങ്ങുമ്പോഴത്തേനും ചെക്കിംഗ് ഉണ്ട്. കാരണം മദ്യ കുപ്പികൾ ഗോവയിൽ മൊള്ളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇത്. ഇവിടെ ചെക്ക് പോസ്റ്റും പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ടോയ്ലറ്റൊക്കെ ഉണ്ട്. എല്ലാവരും പറയണത് ഗോവയിൽ വന്ന് സാധനം കുപ്പിയും മേടിച്ച് തിരിച്ചു വരുമ്പോൾ യോമാർ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് പൊട്ടിച്ച് കളയാന്നാണ് പറയണത്. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കുടിച്ചിട്ട് വേണം പോകാൻ, നാട്ടിൽ പോകാൻ. അങ്ങനെ ഗോവയല്ല ഫസ്റ്റ് പണി കിട്ടി 500 രൂപ. നമ്മളിവിടെയൊക്കെ പെറ്റി അടിച്ചു കഴിഞ്ഞാൽ ഫൈൻ തന്നു കഴിഞ്ഞാൽ ഒരു ദിവസം, അതായത് ഇന്ന് രാവിലെ അടിച്ചാലോ അന്നത്തെ ദിവസം വണ്ടി ഓടിക്കാം. അവർ പറഞ്ഞെന്ന് പറയാം നിങ്ങൾ എത്ര ദിവസം ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു, നമ്മൾ പറയും 3 ദിവസം. അത് 3 ദിവസം യൂസ് ചെയ്യാം.
അപ്പൊ ചുമ്മാ അടുത്ത ദിവസം വേറെ പറ്റി വരും. വേറെ ഒന്നുമല്ല, ഇതില് കൂളിംഗ് ഒട്ടിച്ചതിന്റെ പറ്റിയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ, ഇനി എത്ര പെറ്റികൾ ഇനി കിട്ടുന്നതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം ഇത് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. നാളെ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയാം. കൂളിംഗ് ഒട്ടിച്ചിട്ട് അവൻ എന്ത് തേഞ്ഞു വേണമെന്ന് അറിയാൻ ഒന്നാമത് ഈ ചൂടത്ത് കേരളത്തിലെ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇതുങ്ങളുള്ളതുകൊണ്ട് അത് AC ഓൺ ചെയ്തിട്ട് ഗ്ലാസ് തുറന്നിട്ട് അത്ര ചൂടാ, അങ്ങനത്തെ അവസ്ഥയാണ്. എന്നിട്ട് ഇതിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇതാ എത്തിയതേ ഉള്ളൂ, ഗോവയിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഒന്ന് ഫ്രഷായിട്ട് നേരെ ബീച്ചിലോട്ട് പോകാനുള്ള ഐഡിയ ആണ് കേട്ടോ. നമ്മൾ അവിടെയുണ്ട് കുളിക്കുന്ന സ്ഥലം, ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജെന്നി ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് ബീച്ചിലോട്ട് പോകും. ഇപ്പോൾ വന്നിട്ട് ടൈം വന്നിട്ട് 5:30 കറക്റ്റ്. എന്നിട്ട് നല്ല തിരക്കാട്ടോ, വൈകിട്ടാണ് നല്ല തിരക്കാട്ടോ. കാര്യം വെയിലൊക്കെ താന്ന് നിൽക്കുമ്പോൾ ഉച്ച ടൈമിന് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്, വലിയ കുറവൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സൗത്ത് ഗോവയിലുള്ള കൊൾവ ബീച്ചിലാണ് കേട്ടോ. ഇതാണ് സൗത്ത് ഗോവയിലുള്ള മെയിൻ ബീച്ച്. ഇതാണ് കേട്ടോ. നമ്മളിവിടെ തന്നെ കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഫ്രഷായി സ്നോനെ കൊണ്ട് കഴിഞ്ഞ് ഉറങ്ങി. മീനാക്ഷി ഭയങ്കര ഉറക്കം, പിന്നെ നമ്മൾ ശല്യപ്പെടുത്തണ്ടെന്ന് എഴുതി കിടത്തിയിട്ട് വന്നു. പട്ടിയുണ്ട്, പട്ടി. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. അപ്പോൾ സ്നോനെ കറയെ നടത്തി കഴിഞ്ഞ സീനാണ്. നമ്മൾ തിരിച്ചിട്ട് എടുത്തു. ബീച്ചിൽ പട്ടികളുണ്ടെന്ന് ചോദിക്കും, നമുക്ക് അങ്ങ് ഇറങ്ങണ്ടെങ്കിൽ. നൈറ്റ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നൈറ്റ് അടിപൊളിയാണെന്ന് തോന്നുന്നുള്ളൂ. ഇപ്പം സീസൺ അല്ല, അതാണ് ഇത്ര. എന്നാലും ആളുണ്ട്, അത്രയ്ക്കൊന്നും ആളില്ല. നോർമലി നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഭയങ്കര തിരക്കായിട്ട് കാണും, പക്ഷെ തിരക്കില്ല. സീസൺ അല്ല ഇപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ടേബിളിലും ഇങ്ങനെ ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി. ഇവിടെ മദ്യം കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, അതായത് പബ്ലിക്കായിട്ട് ഇരുന്നൊക്കെ മദ്യം കഴിക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. മിക്ക റെസ്റ്റോറൻറ്റുകളിലും മദ്യം സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും ഗോവ വരെ വന്നില്ല, എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. പിന്നെ ബാറ് വിത്ത് ബാറ് കാരണം മദ്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം മീനാക്ഷി അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പം പാവം മീനാക്ഷി ഉറങ്ങുകയാണെങ്കിലും ഞാൻ ദീപിച്ചേട്ടന് പറഞ്ഞു വിട്ടു അടിച്ചമർത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 4 പേരും ഇന്ന് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അടിപൊളി വൈബാണ് കേട്ടോ. അതായത് സർക്കസ് കയറി മീനാക്ഷി ഇതുകൊണ്ടാണ്. ഇത് കണ്ടോ, ജെനിയുടെ തോളിലിരുന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ജെനി പിടിച്ചിട്ട് കൂടിയില്ല കേട്ടോ, പാവം. എൻ്റെ ജൂലിയല്ല സ്നോ, എൻ്റെ സ്നോ. കാര്യം വേറെ പണിയൊന്നുമല്ല, തോളി കയറിയതല്ലേ. ഞാൻ പിടിച്ചിട്ട് പോലും ഇല്ല. ഇത് പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നുള്ള ഇതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അവളിങ്ങനെ അള്ളിയിരുന്നു കുറേ ദൂരം നടക്കുകയാണ്, പക്ഷെ അപ്പോഴേ ഇങ്ങനെ തന്നെയാണ് അവൾ ഇരിക്കുന്നത്. ഞാനും എൻ്റെ സ്നോയും കൂടെ മാക്കിന് നടക്കുക. മക്കളോ പോയി. സ്നോയ്ക്കൊന്നും സ്വാതന്ത്ര്യം ഇല്ല കേട്ടോ ഇവിടെ. കാര്യം എന്താ, ഇവിടുത്തെ കുറേ വലിയ മുതുക്കം പട്ടികൾ. എൻ്റെ പൊന്നു, മറ്റേ രാജപാളയത്തിൻ്റെ ഒക്കെ ആ ഹൈറ്റ് പട്ടികൾ. വണ്ടിന്ന് വരൂല, എവിടെയെങ്കിലും ഇരുന്നാ മതിയെന്ന് വണ്ടിയിൽ ഒരൊറ്റ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നാളെ ഇനിയും ഗോവയിൽ സ്ഥലങ്ങൾ കാണാനുണ്ട്. മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പം even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go.
hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way.